നമസ്കാരം. ആസിഡ് എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ഭയമാണ് അല്ലേ? ഉയരെ സിനിമയിൽ പാർവതിയുടെ മുഖം ഓർമ്മ വരുമായിരിക്കും അല്ലേ? ആസിഡ് വീണ് കഴിഞ്ഞാൽ ഉള്ളി ആകെ വികൃതമാകും എന്ന്. നമ്മുടെ ശരീരത്തിന് ഒട്ടും ചേരാത്ത ഒരു പ്രോഡക്റ്റ് ആണ് ആസിഡ് എന്ന് നമ്മൾ എല്ലാവരും ചിന്തിച്ചിരിക്കുകയാണ്. പക്ഷേ ആസിഡിന് വളരെയേറെ ഗുണമുണ്ട് നമ്മളുടെ ശരീരത്തിൽ. അപ്പോൾ അത് ഏതൊരു രൂപത്തിലായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതിന് നിങ്ങൾ പലപ്പോഴും പല വീഡിയോസിലും കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുമായി. അതിന്റെ ഗുണഫലങ്ങൾ. ആപ്പിൾ സിഡർ വിനിഗർ. ആപ്പിൾ സിഡർ വിനിഗർ ഒരു ആസിഡാണ്, ആസിറ്റിക് ആസിഡാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ഭക്ഷണ സാധനം അല്ല ഒരു ഭക്ഷണ പാനീയം തന്നെയാണ് ആപ്പിൾ സിഡർ വിനിഗർ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പലപ്പോഴും പല പ്രേക്ഷകരും ചോദിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ വളരെ വ്യക്തമായിട്ട് വളരെ വിശദമായി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആപ്പിൾ സിഡർ വിനിഗർ എന്താണ്, എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് അവസാനം പറയാം. ഇതിന്റെ ഗുണഫലങ്ങൾ ആദ്യമേ. പ്രധാനപ്പെട്ട ഒരു ഗുണഫലം, നമ്മുടെ ശരീരത്തില് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഇത്ര റേഷ്യോയിലുണ്ട്. അതായത് ഒരു 70% ഓക്സിജനും 35-35% കാർബൺ ഡൈ ഓക്സൈഡുമാണ് നമ്മളുടെ ഈ രക്തത്തിലെ pH വാല്യൂ തന്നെ നിയന്ത്രിക്കുന്നത്. ഈ ഒരു അനുപാതം കറക്റ്റായിട്ട് വേണം. വളരെ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റ് ബാലൻസും വളരെ വളരെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഹൃദയം മിടിക്കണമെങ്കിൽ, നമ്മുടെ ഓരോ അവയവങ്ങളുടെയും ഓരോ രക്ത ചംക്രമണം ശരിയാവണമെങ്കിൽ, നമ്മുടെ കിഡ്നി നേരെ പ്രവർത്തിക്കണമെങ്കിൽ ഒക്കെ തന്നെയും ഈ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജൻ. നമ്മൾ വിചാരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ടാന്ന്. അങ്ങനെയല്ല, കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിന് വേണം. അപ്പൊ അത് അനുപാതം വളരെ കറക്റ്റ് ആയിരിക്കണം. ഓക്സിജൻ കൂടാനും പാടില്ല, കാർബൺ ഡൈ ഓക്സൈഡ് കുറയാനും പാടില്ല. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടാനും പാടില്ല, ഓക്സിജൻ കുറയാനും പാടില്ല. അപ്പൊ അത് വളരെ ഞാൻ പറഞ്ഞ ആ ഒരു റേഷ്യോയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ ചില കണ്ടീഷൻസിൽ ആൽക്കലോസിസ് എന്ന് പറഞ്ഞിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ചില കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു കൂടുതൽ പറയുന്നു, ഭയങ്കര സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നടക്കുന്ന ആൾക്കാരില്ലേ, നെഞ്ചടിച്ച് ഇങ്ങനെ വലിച്ചു വലിച്ച് ശ്വാസം വലിച്ചു അകത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓക്സിജനാണ് കൂടുതൽ, കാരണം കാർബൺ ഡൈ ഓക്സൈഡ് കുറയും. ശരി, യഥാർത്ഥത്തിലുള്ള ഒരു എന്താ പറയാ, നമ്മുടെ ശ്വസന പ്രക്രിയ കറക്റ്റ് ചെയ്യില്ല. ശ്വസന പ്രക്രിയ കറക്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അതനുസരിച്ച് ശരീരത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ കുറയുമെന്നാണ് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ കുറയാൻ പാടില്ല. അവിടെയാണ് ഒരു ആൽക്കലോസിസ് വരുന്നത്. അവിടെ കാർബണേറ്റ് കൂടുകയും കാൽസ്യം കുറയുകയും ചെയ്യും. അപ്പൊ ഈ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പേരാണ് സിസ്റ്റമിക് ആൽക്കലോസിസ് എന്ന് പറയുന്നത്. പിന്നെ റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആസ്മാറ്റിക് ബ്രോങ്കൈറ്റിസ്, COPD, അതായത് COPD എന്ന് പറയുന്നത് ആസ്മാറ്റിക് പേഷ്യൻസിൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഹാർട്ടും കൂടെ അതിനകത്ത് അഫക്റ്റഡ് ആവും. അപ്പോൾ ഹാർട്ടിന് പമ്പിങ് ഫെയിലിയർ ഉണ്ടാവും. അങ്ങനെയാണ് COPD ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു അവസ്ഥയിലും അതുപോലെ തന്നെയാണ് ഈ ഒരു എന്താ പറയാ, ശ്വാസം ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ശ്വാസം മുട്ടല്. പിന്നെ നമ്മൾ ഈ പറയുന്ന സ്ഥിരമായിട്ട് കഴിക്കുന്ന ആന്റാസിഡ്സിന്റെ അമിത ഉപയോഗം, അതുപോലെ മറ്റുള്ള കുറെ കാര്യങ്ങൾ വെച്ചിട്ട് ഈ സിസ്റ്റമിക് ആൽക്കലോസിസ് ഉണ്ടാവും. ഈ ആൽക്കലോസിസ് എന്ന് പറഞ്ഞാല് ആൽക്കലൈൻ മീഡിയം ആണ് ബ്ലഡിന് കൂടുതലും. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ബ്ലഡ് pH വാല്യൂ, രക്തത്തിനകത്തുള്ള pH വാല്യൂ 7.3 to 7.4 തന്നെ നിൽക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പൊ ഇതൊരു 8, 8.5, 9 ഒക്കെ ആവും ഈ ആൽക്കലോസിസിൽ. ആൽക്കലൈൻ മീഡിയം കൂടും. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. ഈ ആൽക്കലൈൻ വാട്ടർ സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്കും ഈ ആൽക്കലൈൻ സ്റ്റേജ് നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക്. ഇടയ്ക്കും മറിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആൽക്കലൈൻ മീഡിയം നമ്മുടെ ശരീരത്തിൽ വേണം. പക്ഷെ അതൊരു എന്താ പറയാ, കൂടരുത്. അത് ഒരു സമാസമം നിൽക്കണമെന്നാ പറയുന്നത്. 7.3 to 7.4 അതാണ് കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് pH വാല്യൂ. അപ്പൊ അത് ആൽക്കലോസിസിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ബൈകാർബണേറ്റ് കൂടുകയും കാൽസ്യം ബ്ലഡിൽ കുറയുകയും ചെയ്യും. ഈ അവസ്ഥയിൽ നമ്മളുടെ ശരീരത്തിലേക്ക് ആസിഡിക് മീഡിയം, അത് എന്തെങ്കിലും ഒരു ആസിഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ആസിഡ് അല്ല, എന്തെങ്കിലും ആസിഡ് അല്ല,
ഈ ആപ്പിൾ സിഡർ വിനിഗറിന്റെ ആപ്ലിക്കേഷനാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ശരിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഇപ്പം പലർക്കും ഇങ്ങനെ ശ്വാസം മുട്ടല്, പെയിന്റ് ചെയ്യുക, വെപ്രാളം വരിക, ഈ കൂടുതലും സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ശരീരത്തിലേക്ക് ഈ കാൽസ്യത്തിനെ ബ്ലഡിലേക്ക് ഇറക്കാൻ അതിന് പമ്പ് ചെയ്യും കാൽസ്യം, നമ്മൾ ആസിഡിക് മീഡിയം ബോഡി കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ ഈ ആപ്പിൾ സിഡർ വിനിഗർ വളരെയധികം എഫക്റ്റീവ് ആണ്. ഇതാണ് നമ്പർ 1 ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആപ്പിൾ സിഡർ വിനിഗർ വളരെയധികം ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സിസ്റ്റമിക് ആൽക്കലോസിസിനെ കുറച്ചുകൊണ്ട് ആസിഡിക് മീഡിയത്തിനെ ബോഡിയിലേക്ക് കൊടുക്കുക. ആസിഡിക് മീഡിയം നമ്മുടെ ബ്ലഡിൽ വരുമ്പോൾ, ആസിഡിക് മീഡിയം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആൽക്കലൈൻ മീഡിയം കുറഞ്ഞ് ഇങ്ങോട്ടിങ്ങ് വരും. താഴോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കാൽസ്യം ബ്ലഡിലേക്ക് വരും. കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങളാണ്. മസിൽ ക്രാംസും ഹാർട്ട് റേറ്റും ഒക്കെ തന്നെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഈ ഒരു ആപ്പിൾ സിഡർ വിനിഗറിന്റെ ആപ്ലിക്കേഷൻ പറഞ്ഞു, ഒരു 5 or 10 ml ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിക്കുക വഴി ഈ ഒരു അവസ്ഥ, ഇപ്പോഴത്തെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മളൊരു ഡയഗ്നോസ്റ്റിക് ആസ്പെക്റ്റിലേക്ക് വന്നിട്ട് വേണം ഇതൊക്കെ കഴിക്കാൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രശ്നങ്ങൾ കൊണ്ടും ഇങ്ങനെ ഈ ഒരു ആൽക്കലോസിസ് ഉണ്ടാവാം. എങ്കിൽ കൂടിയും എന്ത് പ്രശ്നമാണെങ്കിലും ഈ ഒരു ആപ്പിൾ സിഡർ വിനിഗർ വളരെ എഫക്റ്റീവ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ ബൈകാർബണേറ്റും അതുപോലെ തന്നെ പൊട്ടാസ്യം, അതുപോലെ കാൽസ്യം, ഇവയൊക്കെ നമ്മൾ ബ്ലഡ് റിസൾട്ടിൽ കാണണം. ബൈകാർബണേറ്റ് കൂടുതൽ, കാൽസ്യം കുറവ്, അങ്ങനെയുള്ള അവസ്ഥയിൽ. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം ഇതിലേക്ക് പോകാൻ. ഇപ്പൊ ഞാനിതിങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് പറഞ്ഞതാണ്. ഇങ്ങനെ ഇതിന്റെ ഉപയോഗത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഉപയോഗത്തിൽ നമ്പർ 1 ആയിട്ട് ഇത് എടുക്കാമെന്ന് പറഞ്ഞു. രണ്ടാമതുള്ളത് നമ്മളുടെ ദഹന പ്രക്രിയയെ കറക്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ്. ഇപ്പൊ പലരും ചോദിക്കും, നമുക്ക് ഈ ഹൈപ്പർ അസിഡിറ്റി അറിയാവൂ? ഹൈപ്പോ അസിഡിറ്റിയെ കുറിച്ച് അറിയില്ല. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി, അതായത് നമ്മളുടെ ആമാശയത്തിനകത്തിരിക്കുന്ന ഒരു pH വാല്യൂ എന്ന് പറയുന്നത് ഒരു 1.5 to 2.5 ആണ്. അതിനകത്ത് ഇടയ്ക്കാണ്. എന്ന് വെച്ചാൽ ആസിഡ്, ഗ്യാസ്ട്രിക് ജ്യൂസിനാണ് ഏറ്റവും നല്ല ആസിഡിക് മീഡിയം നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് ആണ്. ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് നമ്മുടെ ദേഹത്ത് വീണാൽ കൂടെ പൊള്ളുന്ന രീതിയിലാണ്, അത്രയ്ക്ക് അസിഡിറ്റി ആണ് അവിടെ. അപ്പം ഈ ആപ്പിൾ സിഡർ വിനിഗർ ഏകദേശം അതുപോലെയാണ്. അപ്പം എന്തിനാണ് ഇങ്ങനെ നമ്മളെ സ്റ്റൊമക്കിൽ ശരിക്കും പറഞ്ഞാൽ ദൈവം തമ്പുരാൻ ഇങ്ങനെ ഒരു അവസ്ഥ അതിനകത്ത് വെച്ചേക്കുന്നതെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. പ്രോട്ടീൻ ദഹിക്കണമെങ്കിൽ നമുക്ക് നല്ല ഒരു ആസിഡിക് മീഡിയം തന്നെ ആമാശയത്തിനകത്ത് വേണം. അപ്പൊ അതിന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്നുണ്ട്. പക്ഷെ പ്രായമാവും തോറും ഈ ആസിഡിക് മീഡിയം കുറഞ്ഞു വരും. അതാണ് ഹൈപ്പോ ആസിഡിറ്റി. അപ്പോഴാണ് ഈ ദഹനം പ്രക്രിയ അവതാളത്തിലാവുന്നത്. പുളിച്ചതേട്ടല്, പുളിച്ചതേട്ടൽ നമ്മൾ വിചാരിക്കും ആസിഡ് കൂടിയിട്ടാണ്, അതിനേക്കാൾ ഉപരി ആസിഡ് കുറയുമ്പോഴാണ്. അപ്പം അതുപോലെ തന്നെ വയറുപെരുക്കം, പിന്നെ വിശപ്പ് കുറവ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഛർദില്, ഓർക്കാനം, ഇവയൊക്കെ തന്നെയും ഹൈപ്പോ അസിഡിറ്റിയുടെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാം. അങ്ങനെ സ്ഥിരമായിട്ട് പലർക്കും ഉണ്ടെങ്കിൽ മലശോധന ശരിയാവാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 5 ml വെച്ച് 3 നേരം ആഹാരത്തിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ഒരു സ്ട്രോ ഇട്ട് കുടിക്കണം. കാരണം പല്ലിൽ തട്ടിക്കഴിഞ്ഞ് ഇത് ആസിഡ് ആണല്ലോ, ആസിഡ് മീഡിയം അല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു സ്ട്രോ ഇട്ട് കുടിക്കുന്നതായിരിക്കും നല്ലത്. പല്ലിൽ തട്ടാതെ കുടിക്കുക, അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സിൽ എടുത്തിട്ട് വായിൽ ഒഴിച്ച് കുടിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഫംഗ്ഷൻ, ആപ്പിൾ സിഡർ വിനിഗറിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. പിന്നെ ആപ്പിൾ സിഡർ വിനിഗർ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അസറ്റിക് ആസിഡ് മാത്രമല്ല, അതിനകത്ത് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. ഇതിനകത്തൊരു മദർ എന്ന് പറയും, ഇതിന്റെ അവസാനം കിടക്കുന്ന ഒരു ചെറിയ എന്താ പറയാ ഒരു കരട് പോലെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് കുലുക്കി വേണം ഉപയോഗിക്കാൻ. അത് മൈക്രോ ന്യൂട്രിയൻസിന്റെ ഫുഡാണ്. മൈക്രോഫ്ലോറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോബയോട്ടിക് ആണ്. അതോടൊപ്പം ഇതിനകത്ത് കുറച്ച് പൊട്ടാസ്യം ഉണ്ട്, കുറച്ച് വളരെ കുറച്ച് 94% വാട്ടറാണ്. 6% ഈ കാർബോഹൈഡ്രേറ്റ്സും കുറച്ച് വളരെ ചെറിയ അംശമായിട്ട് അതിലടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ അതൊരു ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു മീഡിയം തന്നെയാണ് ആപ്പിൾ സിഡർ വിനിഗർ. പിന്നെ ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബ്ലഡ് ഷുഗർ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യും. ഇത് നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഈ വയറിന്റെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർ ഇതെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. അത് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇത് കുടിക്കുമ്പോൾ വയറ് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുകയും വയറുവേദനയോ മറ്റോ തോന്നുന്ന ഒരവസ്ഥയാണെങ്കിൽ അത് കുടിക്കാൻ പാടില്ല. അതിന് പകരം അവർക്ക് ചെയ്യേണ്ടത് സോഡ ബൈക്കാവ്, നമ്മുടെ ബേക്കിംഗ് സോഡ ഇല്ലേ, ബേക്കിംഗ് സോഡ. അവർക്ക് ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുന്ന ആസിഡ് കൂടുതലുള്ള സ്റ്റേജിൽ നമ്മൾ ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കേണ്ടത്. ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ അല്ല ഒരു 1/2 ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിക്കുക. അപ്പൊ ഇത് രണ്ടും ഇതൊരു ടെസ്റ്റിംഗ് ഡോസ് ആണ്.
ബേക്കിംഗ് സോഡ കഴിക്കുമ്പോൾ വയറിന് നല്ല സുഖമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഹൈപ്പർ അസിഡിറ്റി ആണ്. അതേസമയം ആപ്പിൾ സിഡർ വിനിഗർ കഴിക്കുമ്പോഴാണ് നിങ്ങളുടെ വയറിന് നല്ല സുഖമായി തോന്നുന്നതെങ്കിൽ അത് ഹൈപ്പോ അസിഡിറ്റിയും ആയിരിക്കും. ഇതിങ്ങനെ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സ്റ്റൊമക്കിന്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമായിരിക്കും നിങ്ങളുടെ അസുഖങ്ങളൊക്കെ കുറയ്ക്കാൻ. അപ്പൊ ബ്ലഡ് ഷുഗർ, നമ്മൾ മൂന്നാമത് പറഞ്ഞ് ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. വളരെ എക്സലന്റ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഇതിന് മെറ്റബോളിസം ഇതിനകത്തുള്ള വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത് ഈ അടങ്ങിയിരിക്കുന്നത്. പിന്നെ ഒരു ഫീലിംഗ് എഫക്റ്റ്, വയറിനകത്ത് നമുക്ക് എപ്പോഴും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു നിറഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടാവും, ഭയങ്കര വിശപ്പ് തോന്നില്ല. ഈ ഒരു കാര്യങ്ങൾ കൂടെ തന്നെ നമ്മൾ ഈ ആഹാരം കുറച്ചാണല്ലോ പിന്നെ കഴിക്കുന്നത്, അങ്ങനെ വരുമ്പോൾ തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഇൻസുലിനെ സെൻസിറ്റൈസ് ചെയ്യുന്ന കപ്പാസിറ്റിയും ആപ്പിൾ സിഡർ വിനിഗറിനുണ്ട്. അത് നിങ്ങൾ മറക്കണ്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുവഴി നമ്മളിപ്പം ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന അതുപോലെ തന്നെയാണ് ഫാറ്റി ലിവറിനും ഒബേസിറ്റിക്കും അമിതവണ്ണത്തിനും വളരെ എഫക്റ്റീവ് ആണ്. അമിതവണ്ണത്തിന് വളരെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെയിറ്റ് കുറയ്ക്കാൻ ആപ്പിൾ സിഡർ വിനിഗർ വളരെ സഹായിക്കും. ഇതുപോലെ ചെയ്യണം നിങ്ങൾ എല്ലാവരും. ഞാൻ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നിങ്ങൾക്ക് ഹൈപ്പർ അസിഡിറ്റി ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ തീർച്ചയായും ഈ ആപ്പിൾ സിഡർ വിനിഗർ ഉപയോഗിക്കരുത്. ഹൈപ്പർ അസിഡിറ്റി, അതായത് വയറിനകത്ത് കൂടുതൽ ആസിഡ് ഉള്ളവർക്ക് അത് അറിയാമല്ലോ, അതിൻ്റെയും കുറെ ലക്ഷണങ്ങൾ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളവര് തീർച്ചയായും ആപ്പിൾ സിഡർ വിനിഗർ ഉപയോഗിക്കരുത്. അല്ലാതെയുള്ള അമിതവണ്ണക്കാർ, ഡയബറ്റിക് പേഷ്യൻസ്, എല്ലാവർക്കും തന്നെ ആഹാരത്തിന് മുമ്പ് അരമണിക്കൂറിന് മുന്നേ ഒരു 10 ml തന്നെ 2 നേരം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് കുടിക്കാവുന്നതാണ്. പിന്നെ അതിനോടൊപ്പം അത് കൂടുതൽ ഒരു ആഡഡ് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എൻ്റെ മല്ലിച്ചായ ഉണ്ട്, ഞാനിപ്പോൾ പറയുന്നത് മല്ലിച്ചായ, കരിഞ്ജീരക ചായ, ഇവയൊക്കെ കുടിക്കുന്നതിന് മുമ്പായിട്ട് ഇത് കുടിക്കുക. അത് കഴിഞ്ഞിട്ട് മല്ലിച്ചായ കുടിക്കുക, അതും വളരെ എഫക്റ്റീവ് ആവും. എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ഒരു എന്താ പറയുക, ഒരു എഫക്റ്റീവ്നെസ് കൂടും. നമുക്ക് അതിൻ്റെ ഒരു പരസ്പര പൂരകമായിട്ട് നമുക്ക് പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. അതിനകത്തുള്ള ആന്റി ഓക്സിഡൻസും ഇതിനകത്തുള്ള ആസിഡിക് മീഡിയവും ഒക്കെ തന്നെ വളരെ നല്ല ഒരു എന്താ പറയുക, വയറിന് തന്നെ നല്ല സുഖം കിട്ടുകയും നിങ്ങളുടെ ശരീരത്തിന് നല്ല ഒരു ഈസിനെസ് ഉണ്ടാവുകയും ചെയ്യും. ശരീരത്തിനകത്തുള്ള ഈ എക്സസ് വാട്ടർ വെളിയിൽ പോവുകയും വെയിറ്റ് കുറയുകയും, അതുപോലെ തന്നെ ഫാറ്റ് ലിവർ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 അതൊക്കെ ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ നോക്കാം. ഡോക്ടർ ലളിത അപ്പക്കുട്ടൻ ഫാറ്റി ലിവർ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. ഡോക്ടർ ലളിത അപ്പക്കുട്ടൻ ഡയബറ്റിക്സ് കിട്ടും. ഡോക്ടർ ലളിത അപ്പക്കുട്ടൻ അമിതവണ്ണം, എല്ലാം ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കുക. അതിനകത്തുള്ള റെസിപ്പികളാണ് ഈ റെസിപ്പികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതൊക്കെ പരീക്ഷിച്ച് വളരെ വിജയിച്ച കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഈ ഓരോ വീഡിയോസിന്റെ രൂപത്തിൽ. അപ്പം 450 വീഡിയോസ് കിടപ്പുണ്ട്, നിങ്ങൾക്ക് അത് ഓരോന്നും എടുത്ത് നോക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ ഗട്ട് ഹെൽത്തിൽ മൈക്രോഫ്ലോറയ്ക്ക് ഒരു ഇത് ആസിഡ് ആണല്ലോ, ഈ ആസിഡ് മൈക്രോഫ്ലോറയുടെ ഒരു ഫുഡായി മാറും. മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ് ആയിട്ട് ഇതും കൺവേർട്ട് ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ ഇതിനകത്ത് ചില പ്രോബയോട്ടിക്സും ഉണ്ട് ആപ്പിൾ സിഡർ വിനിഗർ. ആപ്പിളിൽ നിന്നല്ലേ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇമ്മ്യൂണിറ്റി, നമ്മളെ രോഗപ്രതിരോധ സംവിധാനത്തിനെ നന്നായിട്ട് പരിപോഷിപ്പിക്കുന്ന ഒരു നല്ല ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു പാനീയം തന്നെയാണ് ആപ്പിൾ സിഡർ വിനിഗർ. അപ്പോൾ ഇനി നമ്മൾ ആപ്പിൾ സിഡർ വിനിഗർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അത് 1 കിലോ നല്ല ആപ്പിൾ എടുത്ത് നല്ല ശരിക്കും പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുക്കണം. ആപ്പിളിനകത്ത് ഈ പറഞ്ഞ പോലെ പുറത്തൊക്കെ കുറെ ഇതൊക്കെ കാണുമല്ലോ, ടോക്സിൻസ്. അപ്പൊ നിങ്ങൾ അത് ഒരു 2 ടീസ്പൂൺ ഇതുണ്ടല്ലോ നമ്മുടെ ലിക്വിഡ് സോപ്പ് ഒഴിച്ചിട്ട് 1 ലിറ്റർ 2 ലിറ്റർ വെള്ളത്തിൽ ഇതിട്ട് മുക്കി നന്നായിട്ട് പെട്ടെന്ന് തന്നെ അത് കഴുകി റിൻസ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് പുറത്തുള്ള ഈ കെമിക്കൽസിന്റെ ഇത് രണ്ടും കൂടെ ഇന്ററാക്ട് ചെയ്യും, ഈ സോപ്പും കെമിക്കലും, ഈ അടിക്കുന്ന പെസ്റ്റിസൈഡ് ഒക്കെ ഇല്ലേ. അപ്പൊ അത് വൃത്തിയാവും. നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്യുക. തൊലിയൊന്നും കളയണമെന്നില്ല, ഇതുപോലെ കഴുകിയെടുത്താൽ മതി. നന്നായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ആ കുരുവെല്ലാം കളയണം കേട്ടോ. കുരുവിനകത്ത് ഒരു സയനൈഡ് ഉണ്ട്, ഒറ്റ കുരുവും വെക്കാൻ പാടില്ല. കംപ്ലീറ്റ് വൃത്തിയായിട്ട് കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുക. ഒരു നല്ല ഗ്ലാസ് ജാറിലിടുക. അതിലേക്ക് 1 കിലോ ആണ് ആപ്പിളെങ്കിൽ 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കുക. അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ജാഗറി ഇല്ല, നമ്മുടെ നല്ല ജാഗറി, അതായത് അല്ലെങ്കിൽ പാം ഷുഗർ, അതായത് കരിപ്പെട്ടിയോ ശർക്കരയോ 10 ml 15 ml 15 ഗ്രാം 10 ഗ്രാം അല്ലെങ്കിൽ 15 ഗ്രാം ഇട്ട് വെക്കുക. ഇട്ടങ്ങ് നന്നായിട്ട് അടച്ചു വെക്കണം. നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല വൃത്തിയായിട്ട്.
ഒരു 2 ആഴ്ച കൂടെ കഴിയുമ്പോൾ ഇതെടുത്ത് അരിക്കുക. അരിച്ചിട്ട് വേറെ ഒരു ജാറിലാക്കി, അപ്പോൾ 1 മാസം കഴിയുമ്പോഴാണ് വേറൊരു ജാറിലാക്കി വീണ്ടും 1 മാസം കൂടെ വെക്കണം. അപ്പോഴാണ് ആപ്പിൾ സിഡർ വിനിഗർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ വാങ്ങിച്ച് ഇവിടെ ഉപയോഗിക്കാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് നല്ല വിത്ത് മദർ ഓഫ് വിനിഗർ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇത് നല്ല കമ്പനിയുടേതാണ്, ഓർഗാനിക്കിൻ്റെ ഏതൊരെണ്ണമാണ് എനിക്കറിയത്തില്ല. ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന നല്ല സാധനമാണ്. ഇത് നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സാലഡിൽ ചേർത്ത് കഴിക്കാം. പിന്നെ ഇതുപോലെ ഡ്രിങ്ക് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിക്കിളിന് നമുക്ക് വേണമെങ്കിൽ ലേശം ചേർക്കാം. അങ്ങനെ ഇതിന് വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഞാൻ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ 1 മാസം കഴിഞ്ഞ് അടുത്ത മാസം ഇത് അരിച്ച് എടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. അടിയിലൊക്കെ ഇങ്ങനെ കുറച്ച് കണ്ടോ, ഇതാണ് മദർ എന്ന് പറയുന്നത്. അടിയിൽ അടിഞ്ഞു കിടക്കും. അത് തന്നെ കുലുക്കി വേണം എടുക്കാൻ. അപ്പോൾ അത് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് നമ്മുടെ ശരീരത്തിന് നല്ല സാധനം തന്നെയാണ്. പ്രോബയോട്ടിക് ആണ് ഈ കിടക്കുന്നത്. അതുകൊണ്ട് ഈ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഫ്രിഡ്ജിന് പുറത്താണ് വെക്കേണ്ടത്. തുറന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് വെക്കണം. അല്ലെങ്കിൽ ഫ്രിഡ്ജിന് പുറത്ത് തന്നെ വെക്കാം, കുഴപ്പമില്ല. അത് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും. ഇതിനകത്ത് ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് 1 വർഷം വാലിഡിറ്റി ഉണ്ട്. മെയ് 24 ടു ഇത് ഒക്ടോബർ 25 വരെയാണ്. അപ്പൊ ഇത് ഏകദേശം 350-400 രൂപയൊക്കെ വരും. ഇങ്ങനെ ഓർഗാനിക് ആയിട്ടുള്ള ആപ്പിൾ സിഡർ വിനിഗർ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക. അത് ആമസോണിൽ എല്ലാം അവൈലബിൾ ആണ്. ഒരു പ്രയാസമില്ല. ഓർഗാനിക് ആപ്പിൾ സിഡർ വിനിഗർ നിങ്ങൾക്ക് വീട്ടിൽ സാധനം കിട്ടും. ഓക്കെ, അപ്പോൾ ഏകദേശ രൂപം കിട്ടിയല്ലോ ആപ്പിൾ സിഡർ വിനിഗറിന്. ആപ്പിൾ സിഡർ വിനിഗർ പേടിക്കാനുള്ളതല്ല, നമ്മളുടെ ശരീരത്തിന് ഏറെ ആവശ്യമാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.